മെസ്സേജസ് വരാറുണ്ട്. 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 ഓക്കെ. പുറത്തൊക്കെ പോകുമ്പോ സ്റ്റെല്ലയില്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഉണ്ട്. ലുലുവിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആളുകളൊക്കെ കണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് വരും, സംസാരിക്കും. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു എല്ലാവരും ഇതിപ്പോൾ ആട് റിലീസാവുന്ന, അതായത് ആട് 3ക്ക് മുന്നേ, അതായത് ആട് 2 കഴിഞ്ഞ് ഇത്രയും വർഷമായപ്പോഴും ആ 7-8 ഇയേഴ്സിലും ഞാൻ പുറത്ത് പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആട് 3 ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ കൂടി റെക്കഗ്നേഷനായി. അപ്പോൾ വന്ന് ഫോട്ടോ എടുക്കുക, സംസാരിക്കുക ഒക്കെ എനിക്ക് ചെയ്യുന്നുണ്ട്. തോന്നുന്നു ആ ഹിറ്റ് പാർട്ടാണല്ലോ വേറെ കല്യാണം കഴിക്കുന്ന ഒരു സീൻ. അത് ജയസൂര്യ നോക്കുന്നു, സ്റ്റെല്ലയും തിരിച്ചു നോക്കുന്നു, ആ ഒരു ഫോട്ടോഷൂട്ട്. അപ്പം ആ ഒരു സാധനം ഒത്തിരി റീൽസ് കട്ട് ഒത്തിരി പോകുന്നുണ്ട്, മീംസ് വരെ ഇറങ്ങുന്നുണ്ട്. ഇത്രയും വർഷം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ചങ്കത്തിയുടെ കല്യാണം കണ്ടപ്പോഴെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ ട്രോൾസ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ട്രോൾസ് എല്ലാവരും അയച്ചു തരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചിലതൊക്കെ നമ്മള് ടാഗ് ചെയ്യുന്നുണ്ട് കുറെ പേര്. അതെല്ലാം ഞാൻ സ്റ്റാറ്റസ് ആക്കി ഇടുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു രണ്ട് സീൻസ് ഉള്ളൂ എങ്കിലും, അല്ലെങ്കിൽ എസ്പെഷ്യലി ആ കല്യാണത്തിന്റെ സീനാണ് കൂടുതൽ ആൾക്കാർ ട്രോളാക്കുന്നത്. അപ്പോൾ അത് അത്ര ആളുകൾക്ക്, കുറേ പേർക്ക് അതൊരു വിഷമാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും തേക്കുണ്ടായിരുന്നു.